നിസ്തുലനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജയകരമായ ജീവിതത്തിന് ദൈവവചനം അനേക നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ മനുഷ്യൻ ജനനം മുതൽ അവന് പ്രായപൂർത്തിയാകുന്ന നാളുകളൊക്കെയും വളരെ കഠിനാധ്വാനം ചെയ്ത് ജയത്തിനായും കാര്യസാധ്യത്തിനായും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കേണ്ടതിനായും വളരെ പ്രയത്നിക്കുകയും എന്നാൽ അനേകർ അതിൽ ജയിക്കുകയും ചിലർ അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം ഒരു ജയകരമാകുന്ന ജീവിതത്തെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിശേഷാൽ നാം മനസ്സിലാക്കുക, ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ ഭൗതിക ലാഭങ്ങൾ, നന്മകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച എന്നതിനേക്കാളൊക്കെ ഉപരിയായി ആത്മീകമായി ഒരുവൻ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവ പൈതലായി എങ്ങനെ വളരുവാൻ കഴിയും എന്നതിനാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നെയും നാം മനസ്സിലാക്കുക, പഴയ നിയമത്തിൽ നാം കാണുമ്പോൾ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യം ദൈവവചനം കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി ആത്മീക അനുഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം പിന്നെയും നാം അറിഞ്ഞിരിക്കണം, ഭൗതികമായ സമ്പത്തുകൾ അല്ലെങ്കിൽ ലാഭങ്ങൾ, നന്മകൾ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും സ്വർഗരാജ്യത്തിൽ നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലങ്ങളിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുവാൻ ഇടവരരുത് എന്ന് നാം വളരെ വ്യക്തമായി ജീവിതത്തിൽ മനസ്സിലാക്കണം. അല്പസമയം ഇവിടെ ചിന്തിപ്പാനായി 119 സങ്കീർത്തനം 57 മുതൽ 64 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ എടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 57 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു, ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുകയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരുവന് ദൈവിക വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ താൻ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്. 58 വാക്യത്തിൽ ഒബേ ദ വേർഡ്, ദൈവവചനം നാം അംഗീകരിക്കുക. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു, ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കും. ആക്ട് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിനനുസാരമായി നാം ജീവിക്കുക. ലോകത്തിൽ കാണുന്ന അനേക വ്യവസ്ഥിതികൾ, സിസ്റ്റങ്ങൾ ഒക്കെ താൽക്കാലികങ്ങളാണെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിനനുസാരമായി ദൈവവചനത്തെ അംഗീകരിക്കുകയും ദൈവവചനത്തിനും തക്ക മഹത്വം കൊടുത്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. അപ്പോൾ അങ്ങനെ നാം ജീവിക്കുമ്പോൾ ഇങ്ങനെയാണ് 119 സങ്കീർത്തനത്തിൽ പിന്നെയും പറയുന്നത്: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതേ, ജീവിത സാഹചര്യങ്ങളിൽ ഇടറി വീണു പോകുവാൻ ഇടയുള്ള അനേക വഴിത്താരകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇടറി വീഴാതെ ഒരിടത്തും തകർന്നു പോകാതെ നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി വിളങ്ങത്തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ദൈവവചനത്തിനനുസാരമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. 2, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയോട് പ്രാർത്ഥിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നാതിരിക്കുവാൻ ശ്രമിക്കുക. 58 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു, നിൻ്റെ വാഗ്ദാനപ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ലോകത്തിൽ ജീവിക്കുന്ന സകല ഭക്തനോടുമുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന് വാഗ്ദത്തങ്ങളുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു. എന്താണ് കൃപ? അൺമെറിറ്റഡ് ഫേവർ. അർഹിക്കാത്ത സ്ഥാനത്ത് നമുക്ക് ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ കൃപ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ആർക്കാനും വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, പിന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കുന്നു.
ഇങ്ങനെയാണ് ദൈവവചനത്തിൽ കാണുന്നത്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ മടിപ്പില്ലാത്തവരായി ഏകാഗ്രതയോടും ആത്മിക വ്യഗ്രതയോടും താല്പര്യത്തോടും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവവചനം വിളിച്ചു പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരും. മൂന്നാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ കാണുക. 119 സങ്കീർത്തനം അതിൻ്റെ 59 വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു, എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ച് എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് ചലിപ്പിക്കുന്നു അല്ലെങ്കിൽ തിരിക്കുന്നു. അതെ, നമ്മുടെ ജീവിതയാത്രയിൽ വഴുതിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ മനഃപൂർവമായി അതിനെ കണ്ടറിഞ്ഞ് യഹോവയുടെ ഹിതപ്രകാരം നമ്മുടെ കാലുകളെ ചലിപ്പിക്കുവാൻ നാം തയ്യാറാകണം. ഒരുപക്ഷെ നമുക്ക് ലോകത്തിൽ കാണുന്ന അനേക അവസ്ഥകൾ, വ്യവസ്ഥിതികൾ സന്തോഷപ്രദവും അനുഗ്രഹകരവുമാണെന്ന് നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ അത് ദൈവഹിതത്തിനും ദൈവവചനത്തിന് ചേരാത്തതുമായി നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് നിഷ്കർഷിക്കുന്ന വചനത്തിന് ചേരാത്തതായി അത് നമ്മുടെ മുമ്പിൽ വരികയും ചെയ്താൽ അതിനെ വിട്ടൊഴിയുക എന്നുള്ള ഒരു ഉൾവാഞ്ച നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ തന്നെത്താൻ കണ്ട് അതിനെ ഗ്രഹിച്ച് മുൻപോട്ട് പോകുവാനുള്ള താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നാലാമതായി, ദൈവവചനത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. സംശയവിചാരത്തോടെയല്ല, മനഃപൂർവ്വമായി ദൈവവചനം ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അഞ്ചാമതായി, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെ ശ്രദ്ധിക്കാതെ ദൈവത്തിലും ദൈവവചനത്തിലും പ്രാധാന്യം കൊടുക്കുക. ഒരുപക്ഷെ ശത്രു നമുക്കെതിരെ, നമ്മുടെ നന്മകൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന അവകാശവാദങ്ങളുമായി അപ്രതീക്ഷിതമായി കടന്നു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ അതിന് മുഖവില കൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ആറാമതായി, ദൈവികമായി ഉള്ള ചിന്തകളെ പഠിക്കുകയും അതിനനുസാരമായി ഉള്ളു തുറന്ന് അത് അംഗീകരിക്കാനുള്ള മനസ്സാന്നിധ്യത്തോടെ ജീവിക്കുകയും ചെയ്യുക. ഏഴാമതായി, ദൈവിക പ്രമാണങ്ങളെ ഗ്രഹിക്കുക. 63 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. അപ്പോൾ ദൈവിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്നവരോട് ചേർന്ന് ജീവിക്കുകയും അതിനനുസാരമായി നമ്മുടെ ജീവിതയാത്ര നയിക്കുകയും ചെയ്യുക. പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മളെ എപ്പോഴും ജയാളിയാക്കി തീർക്കും. അതേ, ജീവിതത്തിൻ്റെ നിർണായകമാക്കുന്ന ഘട്ടങ്ങളിൽ പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും നടന്നു നീങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത അരുമരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കൾക്കായി സ്തോത്രം. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ്, ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ അറിഞ്ഞ്, അവസ്ഥകൾ അറിഞ്ഞ് ദൈവം സംസാരിക്കണം, സമാധാനം നൽകണം. ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, തടസ്സങ്ങളെ ദൂരീകരിക്കണമേ. ദൈവിക സമാധാനം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നിൻ്റെ ജനത്തെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതലിനായി ഒരുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.